നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. സങ്കീർത്തനം 69:20. വന്ദിതനായ കർത്താവിനെ നിന്ദിതനും നിസാരണമാക്കുന്ന രംഗം മത്തായി 27:27-31 വരെ നാം കാണുന്നു. യേശുവിനെ നിന്ദിച്ച് നിസാരനാക്കുവാനായി പീലാത്തോസിൻ്റെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. ചക്രവർത്തിമാർ ധരിക്കുന്ന ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. രാജാവിൻ്റെ ചെങ്കോലിനെ ഓർമ്മിപ്പിക്കുവാൻ അവിടുത്തെ വലങ്കയിൽ ഒരു കോൽ കൊടുത്തു. രാജകിരീടത്തിന് പകരം മുൾക്കിരീടം തലയിൽ വെച്ചു. പട്ടാളത്തിൻ്റെ മുന്നിൽ നിർത്തിയ യേശുവിനെ അവർ യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. കർത്താവിനെ പരിഹസിക്കുക മാത്രമല്ല, ഏറ്റവും നിന്ദ്യമായ നിലയിൽ അവൻ്റെ മേൽ തുപ്പി കയ്യിൽ കൊടുത്ത ചെങ്കോൽ വാങ്ങി തലയ്ക്കടിച്ചു. മുള്ളുകൾ പലതും തലയോട്ടിയുടെ അകത്തേക്ക് കടന്നിരിക്കാം. എല്ലാവരാലും നിന്ദിതനായി തീർന്ന കർത്താവ് ഏറ്റവും വിഷാദിച്ച രംഗമാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ആദാമ്യ പാപത്താൽ പിശാചിനാൽ പരിഹാസ വിഷയമായി തീർന്ന നമ്മെ രക്ഷിക്കുവാൻ പരിഹാസ വിഷയമായി തീർന്ന കർത്താവിനെ ഓർത്ത് പിതാവായ ദൈവത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.